നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 19 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു നൽകിയ കാരയിൽ മുക്കിലപീടിക അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യുവ ജൈവ കർഷകനെ ആദരിച്ചു. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവ ജൈവ കർഷകനും തിരൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുമായ CV ജയേഷിനെ ആദരിച്ചു. വെട്ടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. തിരൂർ താലൂക്ക് നെർമർദൂർ പഞ്ചായത്തിൽ ഫ്ലോർ ഓയിൽ മില്ല് നടത്തുന്ന നൌഫലിന് സഹായഹസ്തവുമായി കേരള സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലോർ ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി. അസുഖം മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നൌഫലിന് 3 ലക്ഷത്തിലധികം രൂപ സംഘടന 2 ഗഡുക്കളായി നൽകിയത്. കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ സമാപനം. കർക്കിടകം 1 മുതൽ ക്ഷേത്രത്തിൽ മാതൃസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാമായണ പാരായണത്തിന് പ്രദേശത്തും പരിസരത്തു നിന്നുമായി നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത്. കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടത്തിൽ കുഞ്ഞടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിൻ്റെ പ്രതിഫലനമാണെന്ന് വെൽഫെയർ പാർട്ടി. സംഭവത്തിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഫിഷറീസ് വകുപ്പിൻ്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മത്സ്യകർഷക പുരസ്കാരം ലഭിച്ച നിസാമുദ്ദീൻ മംഗലത്തിന് നാടിൻ്റെ സ്നേഹാദരവ്. മത്സ്യകർഷകനായ നിസാമുദ്ദീനെ കൃഷിയിടത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിൽ അംഗം അഹമ്മദ് കുട്ടി സ്നേഹാദരവ് കൈമാറി. കർഷക ദിനത്തിൽ നന്നമ്പ്രയിലെ കർഷകർ കരിദിനമായി ആചരിച്ചു. നെല്ല് സംഭരിച്ച് 6 മാസമായിട്ട് നെല്ലിൻ്റെ താങ്ങുവില നൽകാത്ത സർക്കാരിൻ്റെ നടപടിക്കെതിരെ നന്നമ്പ്രയിലെ 50ഓളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് ടൗണിൽ നിന്നും ചെറുമുക്കിലെ നന്നമ്പ്ര കൃഷി ഓഫീസിലേക്ക് കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു. വിജയം പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വേണമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA കുറുക്കോളി മൊയ്തീൻ സംഘടിപ്പിച്ച തിരൂർ നിയോജക മണ്ഡലത്തിലെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങായ ആദരം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. തിരൂർ നഗരസഭ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച പരിപാടി MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. തെരുവ് കച്ചവടക്കാർ റോഡരികിലെ ഡ്രൈനേജിൽ മാലിന്യം തള്ളുന്നതായി പരാതി. പെട്രോൾ പമ്പിന് മുമ്പിലെ ഡ്രൈനേജിൽ മാലിന്യം നിറഞ്ഞ് ഡ്രൈനേജ് അടഞ്ഞു. അഴുക്കുവെള്ളം പെട്രോൾ പമ്പിനകത്തും തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിലേക്കും ഒഴുകിയെത്തി. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ വിവരം അറിയിച്ചപ്പോൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മറുപടിയെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്രസന്റ് പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.